ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പനിയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഒരു പെർ മന്ത് നിങ്ങൾക്കൊരു 20,000 30,000 ആ ഒരു റേഞ്ചിൽ, അതായത് ഒരു ബെസ്റ്റ് പാർട്ട് ടൈം ജോബ് എന്ന് ഞാൻ പറയുവാണ്. ഈ അടുത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സൈറ്റിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാങ്കിലേക്ക് വേണമെങ്കിൽ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം, ആമസോണിലേക്ക് വേണമെങ്കിൽ ആമസോണിലേക്ക് വിഡ്രോ ചെയ്യാം, പേടിഎം വാലറ്റ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അത്രയ്ക്ക് ട്രസ്റ്റബിൾ ആയ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. മിനിമം റിഡീം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഏണിങ്സ് നമുക്ക് ചെറിയ ചെറിയ ടാസ്കും സർവേ ഒക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ലൈവായിട്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്തെടുത്ത് നിങ്ങൾ എങ്ങോട്ട് വേണേലും നിങ്ങൾക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ലൈവായിട്ട് ഫുൾ പ്രോസസ്സ് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ടിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ പതിവ് പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. സൈറ്റിന്റെ പേര് ടൈം ബക്സ് എന്നാണ്. ഓക്കെ, അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലി ബോണസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റന്റ്ലി നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ റെഫറൽ പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ വീക്ക്ലി പേ ഔട്ട് ആണ്, അതായത് വ്യാഴാഴ്ച ദിവസങ്ങളായിരിക്കും ഇതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും ഓട്ടോമാറ്റിക് പേയ്മെന്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ വിഡ്രോ അടിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എങ്ങോട്ടാണോ കൊടുത്തേക്കുന്നത് അങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ജിമെയിൽ ഐഡിയും പാസ്വേഡും ജസ്റ്റ് ഒന്ന് കൺഫേം പാസ്വേഡും ക്ലിക്ക് ചെയ്ത് ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റായിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആഡ് ടു ഹോം സ്ക്രീൻ ആക്കി ഇട്ടാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ആപ്പ് പോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ കോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അവരൊരു ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് സൈറ്റിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. അവിടെ ജസ്റ്റ് ഒന്ന് ഐ എഗ്രി ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്യുമ്പോഴത്തേനും നമുക്കിതാ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കുക, പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൊഫൈലേക്കാണ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നെയിം, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് കോഡ്, കൺട്രി, ജെൻഡർ, സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ തെറ്റാണ്ട് തന്നെ വളരെ റിയലായിട്ട് തന്നെ, അതായത് നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ രണ്ടാമത്തെ ഏണിംഗ് അല്ല, ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന ഏണിംഗ് അല്ല, 4ാമത്തെ ഏണെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഏണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമുക്കവിടെ സർവേ ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ടാസ്ക് ഉണ്ട്, റെഫർ ഉണ്ട്, ഓഫർ വാൾസ് ഉണ്ട്. 5 ഓഫേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്കവിടെ സൈനപ്പ് ബോണസ് ആയിട്ട് ഏകദേശം $600 സംഭവം നമുക്ക് ഡോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ ഓപ്ഷനെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ജസ്റ്റ് ഒന്ന് മണ്ടയിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. നമുക്കവിടെ അത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ $0.100 കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ പച്ച സാധനത്തെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് തുടക്കമായതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി കുറച്ച് സംഭവങ്ങൾ അവർ ചോദിക്കുന്നതായിരിക്കും, കുറച്ച് സർവേ പോലെ. ഇതിപ്പോൾ സർവേ ആണ് ഞാൻ ക്ലിക്ക് ചെയ്തത് കേട്ടോ. ആദ്യത്തെ ഓപ്ഷൻ സർവേ ആണല്ലോ. അപ്പോൾ സർവേ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളിത് വായിച്ച് നോക്കാണ്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടൂല. നിങ്ങൾ റിയലായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അവരതിനകത്ത് പറയാം, അവരെന്തിനും അതിൻ്റെ ഒരു കീവേഡ് അവർ ചോദിക്കും, അതായിരിക്കും അടിയിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് ഇത് വായിച്ച് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവൂല. അതേപോലെ തന്നെ ഈ ഒരു സർവേയിലൂടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫുൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഈ സർവേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇതിനകത്ത് പറയുന്നുണ്ട് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ $5 മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ എല്ലാ തേഴ്സ്ഡേയും ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടില്ല, അതായിരിക്കും. ഇപ്പം ഞാൻ ഏതായാലും സംഭവം അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം 30 മാർക്കും എനിക്ക് കിട്ടി. സോ അവർ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് നമുക്കവിടെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരത്തില്ല. കുറച്ച് ടൈം എടുത്തേ മെയിൻ അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കയറുമ്പോൾ തന്നെ സംഭവം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ചിലവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. എനിക്കിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വാലറ്റ് നോക്കുക. വാലറ്റിനകത്ത് നമുക്കവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് 600 എന്നുള്ള 700 ആയിട്ടുണ്ട്. അതായത് $0.700 ആയിട്ടുണ്ട്.
അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഏറ്റവും ടോപ്പിലായിട്ട് കയറുമ്പോൾ തന്നെ ഒരു സർവേ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സർവേ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, എപ്പോഴും കാണും. ആ സംഭവം നിങ്ങൾ എപ്പോൾ കയറുന്നോ എപ്പോഴും കാണും. അൺലിമിറ്റഡ് സർവേസ് ആണ് അത്, ഒരിക്കലും തീർന്നു പോകത്തില്ല. അപ്പോൾ ചിലത് നിങ്ങൾ എലിജിബിൾ ആവത്തില്ല, ചിലത് നിങ്ങൾ എലിജിബിൾ ആവും. ആ പറയുന്ന ഡോളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ഞാൻ എന്തോ തെറ്റായി ഞാൻ ചെയ്തു, അതുകൊണ്ട് എനിക്കത് ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് സർവേ. അതിനകത്ത് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മണ്ടയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവർ കാണാൻ സാധിക്കും $0.002 ഒരു ഓഫർ. ആ വ്യൂവിൽ അവർ പറയുന്നുണ്ട് വ്യൂ ദ കണ്ടന്റ് ഫോർ 5 സെക്കൻഡ് എന്ന് അവർ പറയുന്നുണ്ട്. ആ കണ്ടന്റ് വായിച്ചു നോക്കുക. അതിനുശേഷം വ്യൂവിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഫോണിൽ ഈ പൈസയൊക്കെ ക്രെഡിറ്റ് ആവുന്ന ഒരു സൗണ്ട് കേൾക്കുന്നതായിരിക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ ബാക്ക് അടിക്കുമ്പോൾ വേറൊരു ഓഫർ വന്ന് കിടക്കും. അത് നിങ്ങൾ അതേപോലെ ചെയ്യുക. അവർ എത്ര സെക്കൻഡാണോ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് അത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു പൈസ ക്രെഡിറ്റ് ആവുന്ന ഒരു സൗണ്ട് കേൾക്കും. ആ കേൾക്കുമ്പോൾ ബാക്ക് അടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ആ പോയിന്റ് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ തവണ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവർ പറയുന്ന സെക്കൻഡ്സ് 10 സെക്കൻഡ്സിന് മണ്ടയിലൊന്നും അവർ പറയത്തില്ല. അതാണ് വേറൊരു കാര്യം. മാക്സിമം 10 സെക്കൻഡാണ്. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ആ ഒരു ചില്ലറ ക്രെഡിറ്റ് ആവുന്ന ആ ഒരു സൗണ്ട് കേട്ട് അപ്പം തന്നെ ബാക്ക് അടിച്ചു കൊടുക്കുക. വേറെ നമുക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളൂ. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. അതും അത് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. കുറേ നമുക്ക് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഒത്തിരി തവണ അത് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ കുറേ തവണ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ അതൊന്നും തീരുന്നില്ല സംഭവം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ തവണ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ആ കണ്ടന്റിൽ തന്നെ പോവുക. അവിടെ എൻഗേജും ഉണ്ട്, അതുപോലെ പുഷ് ക്ലിക്സും ഉണ്ട്. അതായത് എൻഗേജ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ കയറി. ഇപ്പം അതിനകത്ത് സൈറ്റും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടില്ല. ചില സമയത്ത് ഒരു സൈറ്റ് അവർ കാണിക്കും, അതിൽ കയറി അവർ പറയുന്ന ടൈം നിന്നാൽ മതി, നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ പുഷ് ക്ലിക്സും അങ്ങനെയാണ്. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ പുഷ് ക്ലിക്സ് നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ അത് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നത്. കാരണം അത് പൈസ ക്രെഡിറ്റ് ആവാൻ കുറച്ച് പാടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയുള്ള കുഴപ്പമൊന്നുമില്ല. ക്ലിക്ക് ചെയ്യുക, അവർ പറയുന്ന ടൈം വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. കാരണം അതിപ്പം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ടാസ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ടാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് മണ്ടയിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. അവിടെ കുറേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കണ്ടീഷനൊക്കെയാണ്. അത്രയും കണ്ടീഷനൊക്കെ ചെയ്യുവാണെങ്കിൽ പക്കയായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അത് ഷുവറാണ്. നിങ്ങൾ സ്വന്തം ഡേറ്റയിൽ ചെയ്യുക. നിങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോളും കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ ബാക്ക് അടിക്കാണ്ട് ആ ഒരു കോയിൻ ക്രെഡിറ്റ് ആവുന്നതോളം വരെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അത്ര ഒരു റൂൾസ് ആയിട്ട് അവർ പറയുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സബ്മിഷൻസും അതുപോലെ തന്നെ മൂന്നാമതൊരു സാധനം കൊടുത്തിട്ടുണ്ട്, നോക്കണ്ട. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ റെഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം $1 എങ്ങാണ്ടാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് എന്താ പറയുക, $1 എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്തു. ആ ഫ്രണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു $100 അല്ലെങ്കിൽ ഒരു $10 ഏൺ ചെയ്യുന്ന വിചാരിക്കുക. നിങ്ങൾക്ക് അതിനൊരു 10%, അതായത് നിങ്ങളുടെ ഫ്രണ്ട് $10 ഏൺ ചെയ്താൽ നിങ്ങൾക്ക് $1 ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെയാണ്. ഓക്കെ, അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബിർസ്ലാമിൻ്റെ ലൂട്ട് പ്ലേയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേയൊക്കെ ആപ്ലിക്കേഷനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുവാണ്. കാരണം നിങ്ങൾക്ക് കാശില്ലാണ്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുത്ത് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ സാധിക്കും ഓൺലൈനായിട്ട്, ലൈക്ക് എ പാർട്ട് ടൈം ജോബ്. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ വേറൊരു ഏണിംഗ് ഓപ്ഷൻ അത്യാവശ്യം ഞാൻ പരിചയപ്പെടുത്തി വിചാരിക്കുന്നു. എല്ലാം തന്നെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ വിഡ്രോ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നൈസായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏറ്റവും ടോപ്പിൽ ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് അവിടെ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ്സിന് അവർ പറയുന്നുണ്ട് നമ്മൾ ഇതുവരെയായിട്ട് ഒരു പേയ്മെൻറ്റ് ഓപ്ഷന് നമ്മൾ കൊടുത്തിട്ടില്ല, അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഹോമിലേക്ക് വരിക. ഹോമിലേക്ക് വന്നതിന് ശേഷം നമുക്കവിടെ കാണാൻ സാധിക്കും പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു അതായത് പേടിഎം എന്ന് കൊടുത്തേക്കുന്ന പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ കിട്ടും. എല്ലാവർക്കും തന്നെ ഉള്ള സംഭവമാണ്, ബാങ്ക് പോലും ഇല്ലാത്തവർക്കുള്ള സംഭവമാണ് പേടിഎം വാലറ്റ്. നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വേണമെങ്കിൽ പേടിഎം വാലറ്റിലേക്ക് കിട്ടും, ബാങ്കിലേക്ക് വേണമെങ്കിൽ ബാങ്കിലേക്ക് കിട്ടും, ആമസോണിലേക്ക് വേണമെങ്കിൽ ആമസോണിലേക്ക് കിട്ടും, എങ്ങോട്ട് വേണമെങ്കിലും കിട്ടും. ഇൻക്ലൂഡ് പേപ്പാൽ വരെയുണ്ട്. എന്തൊക്കെ യൂസേഴ്സ് ഉണ്ടോ അത്ര യൂസേഴ്സിന് ഇതിനകത്ത് വിഡ്രോ കിട്ടുന്നതായിരിക്കും. മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ വെറും $5 നിങ്ങൾ ഇന്ന് തന്നെ യൂസ് ചെയ്ത് 2 ദിവസമൊന്നും വേണ്ട,
ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ്. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എത്ര സിമ്പിളായിട്ടാണ്. ഞാൻ തന്നെ ഇപ്പം വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം $1 അടുത്തോളം ഞാൻ എത്തി, വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ $5 എന്നൊക്കെ പറഞ്ഞാൽ പുഷ്പം പോലെ ആവും. പിന്നെ നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച നമുക്കവിടെ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. പിന്നെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു വ്യാഴാഴ്ച ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാലറ്റിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടാവുന്നതായിരിക്കും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു 2-3 ദിവസം ബിസിനസ്സിൽ എടുത്ത് നമുക്കവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇപ്പോൾ $5 എത്രയാണെന്ന് അറിയാവുന്നവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്ത് കാണിച്ചു തരാം. $5 എന്ന് പറയുമ്പോൾ ഏകദേശം 417 രൂപ വരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിനകത്ത് കുറച്ച് പണിയെടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കിണ്ണം കാഴ്ച ആപ്ലിക്കേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.